ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മളെ കുറേ ദിവസമായില്ലേ നമ്മുടെ ചെറിയ ചെറിയ അടുക്കള വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയി വന്നിട്ട്. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഓരോ തിരക്കുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം നമ്മൾ കൈ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളി പോകത്തില്ലേ? അതുകൊണ്ട് കുറച്ച് മതി കേട്ടോ. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. മാളൂസൊന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അധികം കഴിക്കാത്ത ആളാണ്. അപ്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് ചൂടാറിയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. കുറച്ച് ചൂടാറട്ടെ കേട്ടോ. നമുക്ക് എന്തായാലും ഇതിവിടെ മാറ്റി വെക്കാവേ. കിഴങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കിഴങ്ങ് കറി ഒരെണ്ണം താഴെപ്പോയി. കിഴങ്ങ് കറി ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ലീവുള്ള ദിവസമാണ് നമുക്ക് ഇടിയപ്പമൊക്കെ ആക്കാൻ പറ്റുള്ളൂ. ആദൂട്ടിക്ക് ഉപ്പുമാവ് തീരെ കണ്ടുകൂടാത്തൊരു സാധനമായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കിഴങ്ങ് അരിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ. വെട്ടടിക്കുന്നുണ്ട് കേട്ടോ ജനലിൻ്റെ അവിടുന്ന്. ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? രാവിലെ ആദൂട്ടിക്ക് തെറാപ്പി ഉള്ളപ്പോഴും മാളുക്കൊച്ചും ഉണ്ണിക്കുട്ടനൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊന്നും ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കലൊന്നും നടക്കത്തില്ല. ഇടിയപ്പം ഉണ്ടാക്കലോ കിഴങ്ങ് കറി ഒന്നും നടക്കത്തില്ല കേട്ടോ. കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. സാധാ വീഡിയോയാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഇടാനുള്ളതല്ല, നമ്മളൊക്കെ എന്ത് വീഡിയോ ഇടാനാണ്. എന്തായാലും ഇതൊക്കെ ഒന്ന് അടുപ്പേ വെക്കട്ടെ. അങ്ങനെ ഞാനേ കിഴങ്ങ് നന്നാക്കി കേട്ടോ. കാരണം അത് ഒരുപാട് സമയം അത് കാണിക്കാനുള്ളതില്ലായിരുന്നു. സമയം ലെങ്ത് ഒത്തിരി ആയി പോകത്തില്ലേന്ന് ഓർത്താണ് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ വലിയ വീഡിയോകളൊന്നും എനിക്ക് എടുക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ കേട്ടോ, പറ്റുന്നത് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉപ്പൊക്കെ ഇരുന്ന് എൻ്റെ കയ്യിൻ്റെ ഇതൊക്കെ ഇതെന്താ ഇങ്ങനെ ഇരുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അളവാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം കിഴങ്ങ് വേഗട്ടെ, നമുക്ക് ഇടിയപ്പത്തിലേക്ക് പോണേ. ഇടിയപ്പത്തിൻ്റെ മാവേ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ചൂടുണ്ട്. നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതല്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് കുഴച്ചെടുക്കണം. ആദ്യത്തെ എണീക്കുന്നതിന് മുമ്പ് ഫുഡും കാര്യങ്ങളൊക്കെ ആവണ്ടേ. മുഖം അല്ലേ, മുഖം കാണുമ്പോൾ ഞാൻ ചെയ്യുന്ന പണി കാണിയല്ല, അതാണ് കേട്ടോ. എന്തായാലും കുഴച്ചെടുക്കട്ടെ. അപ്പോളേ നമ്മൾ ഇടിയപ്പം ആക്കാണ് കേട്ടോ. ഞാൻ ഇത് വെളിച്ചെണ്ണയൊക്കെ തൂത്ത് എടുത്ത് വെച്ചതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടിയപ്പം ഇഷ്ടമാണ്. കാക്കയാണെങ്കിൽ വിരുന്ന് വിളിക്കുന്നുണ്ട്. ആര് വരാനാണോ? അപ്പോൾ നമ്മൾ ഒരു തട്ടാക്കിയിട്ടുണ്ടേ. നേരത്തെ കഴിഞ്ഞു. ഇനി നമ്മളെ തുടയ്ക്കുവാണ് കേട്ടോ. ആദ്യത്തെ എനിക്ക് ഒരിക്കലും തുടച്ചില്ലേ പൊടിയാവുന്നേ, അലർജിയാവും, ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലത്തെ തിരക്കിട്ട പണിയാണ്. രാവിലെ തിരക്കിട്ട പരിപാടി എന്ന് പറഞ്ഞാൽ തിരക്കിട്ട പരിപാടിയാണ്. ഒന്നിനും ഒരു സമയം എന്ന് പറഞ്ഞിട്ടില്ല. ഓടി നടക്കുന്ന പണിയാണ്. രാവിലേക്ക് പൊടിയൊക്കെ ഇൻഫെക്ഷനുമായിട്ടുണ്ടല്ലേ, അത് പ്രശ്നമുള്ളൂ എന്ന് ഓർത്തിട്ടാണ്. ഇടിയപ്പം അടുപ്പായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം അത് പോയി നോക്കാൻ. നമുക്കേ ഇടിയപ്പം ആയോ നോക്കിയാലോ? ഇടിയപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് എടുത്ത് പാത്രത്തിലേക്ക് ഇടണം. കിഴങ്ങ് കറി തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, കടുക് വറുക്കുന്നേ ഉള്ളൂ കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, സമയമില്ല. കുഞ്ഞാവ് എനിക്ക് ഇരുത്തി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. തേങ്ങ അരയ്ക്കുന്നില്ല. ചൂടായിരിക്കും, നല്ല ചൂടാട്ടോ.
ഞാൻ പപ്പടം കുത്തി വെച്ചിട്ടാണ് എടുത്തത്. തിരക്കിട്ട പരിപാടിയില്ല. ഇത് നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ നമ്മൾ 5 കിലോൻ്റെ പൊടി കിട്ടും കേട്ടോ. ഇവിടെ 270 രൂപയ്ക്ക് 5 കിലോ പൊടി കിട്ടും. അത് മേടിച്ച് വെച്ചേക്കുവാണേ. അപ്പോൾ അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഹാളൊക്കെ തുടയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതും കൂടി എടുത്തിട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് അടുക്കള തുടച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ചോറും കറിയൊക്കെ അത്രയും വലിയ ഇതിലേക്ക് ഞാൻ പോകില്ല. ചോറും കറീൻ്റെ പരിപാടി ഒന്നും കാണിക്കല്ല കേട്ടോ. കാരണം ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പം അത് ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് മതി കേട്ടോ എല്ലാവർക്കും. നമുക്ക് ഞാനും കൂടി ഇല്ലല്ലോ മതി. നമ്മുടെ കിഴങ്ങേറി ഒരു തട്ടിക്കൂട്ട് കറിയാണ്, എന്നാലും കിഴങ്ങേറി ആയിട്ടുണ്ട്. ഇനി ആദൂട്ടിനെ എടുക്കാം. ആദൂട്ടി എണീറ്റ് കിടക്കും കേട്ടോ. അപ്പോൾ ആദൂട്ടിനെ എടുക്കണം. രാവിലത്തെ ഈ ഓട്ടപ്പാച്ചലിൻ്റെ അടുത്തേ മടുത്തുപോയി. പ്ലസ് ചായ കുടിച്ചിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണ്. ഞാൻ ആദൂട്ടിനെ എടുക്കണം, ആദൂട്ടിക്ക് ഫുഡ് കൊടുക്കണം, ആദൂട്ടിനെ കുളിപ്പിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ. 11 മണിയൊക്കെ ആവും. മോനെ എടുക്കാം. നമ്മുടെ ആദൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരത്തെ അമ്മ പണിയെല്ലാം തീർത്തു. എൻ്റെ കുഞ്ഞാവ എണീറ്റ് വന്നപ്പോഴത്തേക്കും പണിയൊക്കെ തീർത്തു കേട്ടോ. കുഞ്ഞുമാവ ഷുഗായിരുന്നു എടുക്കും. നമ്മുടെ പൊന്നുമണി ഏതാടി ചെറു കൊഞ്ചിക്കണം കുഞ്ഞുമാവേനെ കേട്ടോ. ഞാൻ ആദൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഇടിയപ്പം കേട്ടോ. ഇഷ്ടമാണോ? അല്ലേ ആ ഇടിയപ്പം കൂടി ഇഷ്ടമല്ലേ പിന്നെ എന്താ തരുന്നത് ഞാനെന്നും? അതൊന്ന് പറഞ്ഞ്. ഇടിയപ്പം ഇഷ്ടമല്ലേ എന്താ തരുന്നേ അമ്മ? കുഞ്ഞിക്കുള്ളോ ഇതാട്ടോ. ചിരിച്ചോണ്ട് എണീറ്റ് വന്ന അന്നത്തെ ദിവസം നല്ലതാണ്. എങ്ങാനും കരഞ്ഞ് എണീറ്റ് പോയാൽ അവിടെ തീർന്നു ഇന്നത്തെ ദിവസം അല്ലേ? പോയി പള്ളി വെച്ചടാ, പോയി പള്ളി വെച്ച്. കറണ്ട് പോയിട്ടോ. പോയി പല്ലി വെച്ചോ, പല്ലി വെച്ചോ കുഞ്ഞിക്കുള്ളോ. ചിരിക്കുന്ന ആദൂട്ടീനെയാണ് ഇഷ്ടം. ചിരിക്കുന്ന ആദൂട്ടീനെ അല്ലേ? ആദൂട്ടി ഫുഡ് കൊടുക്കട്ടെ. ആദൂട്ടിക്ക് കഴിക്കാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇടിയപ്പവും കിഴങ്ങറിയാണ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദൂട്ടിക്ക് കൊടുക്കണം കേട്ടോ. ഇതോടുകൂടി നമ്മൾ നിർത്തുവാണേ, വീഡിയോ നിർത്തുവാണേ. ഒത്തിരി ലെങ്തി ആയിപ്പോയെന്ന് തോന്നുന്നു. അങ്ങനെ ആദൂട്ടിക്ക് ഫുഡൊക്കെ എടുത്തോണ്ട് വന്ന് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അയ്യോ എങ്ങോട്ടാണോ അയ്യോ ഇനി ആദൂട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കണം. ആദൂട്ടി ഹാപ്പിയാണ്, അമ്മ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയല്ലേ? ആദൂട്ടിക്ക് തെറാപ്പി ഇല്ലാത്തതിൻ്റെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പുറത്ത് കുഞ്ഞാവ് അറിയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.